ഒരാഴ്ച അല്ലേ? 22 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടത്തോടെ 18ാം സീസൺ ഇതാ തുടക്കമാവുകയാണ്. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി നേട്ടത്തിന്റെ ആഘോഷങ്ങൾ കെട്ടടങ്ങും മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് കാർണിവലിന്റെ ആരവങ്ങളിലേക്കാണ് ഇനി ആരാധകർ. IPL 18ാം പതിപ്പിന് 22-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ കൊടിയുയരും. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായാണ് കൊമ്പ് കോർക്കുന്നത്. കഴിഞ്ഞ കുറച്ച് സീസണുകളിലെ പോലെ IPL കിരീടത്തിനായി 10 ടീമുകളാണ് പോരടിക്കുന്നത്. 13 വേദികളിലായി ആകെ 74 മത്സരങ്ങൾ. മെയ് 25-ന് കൊൽക്കത്തയിൽ തന്നെയാണ് ഫൈനൽ പോരാട്ടം. മെഗാ താരലേലത്തിന് പിന്നാലെ ടീമുകളെല്ലാം അടിമുടി മാറിയിട്ടുണ്ട്. 5 ടീമുകളെ നയിക്കാൻ പുതിയ ക്യാപ്റ്റന്മാരെത്തും. IPL ചരിത്രത്തിലെ എക്കാലത്തെയും വിലയേറിയ താരമായ ഋഷഭ് പന്ത് ഇത്തവണ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനാണ്. അജിൻക്യ രഹാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനാകുമ്പോൾ KKRനെ കഴിഞ്ഞ തവണ കിരീടത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യർ പഞ്ചാബ് കിങ്സിന്റെ അമരക്കാരനാകും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രജത് പാട്ടീദാറിനെ നായകനാക്കിയപ്പോൾ ഡൽഹിയുടെ ക്യാപ്റ്റനിലും മാറ്റമുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ ഹാർദിക് പാണ്ഡ്യ, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഋതുരാജ് ഗെയ്ക്വാദ്, രാജസ്ഥാൻ റോയൽസിന്റെ സഞ്ജു സാംസൺ, സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പാറ്റ് കമിൻസ്, ഗുജറാത്ത് ടൈറ്റൻസിന്റെ ശുഭമാൻ ഗിൽ എന്നിവരാണ് ടീം ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിച്ച നായകന്മാർ. 6ാം തവണ ചാമ്പ്യന്മാരായി കിരീട നേട്ടത്തിൽ മുന്നിലെത്താനാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇത്തവണ ഒരുങ്ങിയിറങ്ങുന്നത്. കോർ ടീമിനെ നിലനിർത്തിയത് ഇരു ടീമുകൾക്കും കരുത്താകും. ഈ ടീമുകളെ പോലെ കിരീടം നിലനിർത്തുന്ന 3ാം ടീമാകാനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വരവ്. കഴിഞ്ഞ സീസണിൽ സ്ഫോടനാത്മക ബാറ്റിങ്ങിലൂടെ അമ്പരപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് കയ്യെത്തും ദൂരെ നഷ്ടമായ കിരീടം വീണ്ടെടുക്കാനാണ് എത്തുന്നത്. 2ാം കിരീടത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന്റെയും ശുഭമാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന്റെയും ലക്ഷ്യം. IPLന്റെ പ്രഥമ സീസൺ മുതലുള്ള ടീമുകളെങ്കിലും ഇന്നേ വരെ കിരീടം നേടാനാവാത്തതിന്റെ നാണക്കേട് മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സുമെല്ലാം. കോടികളെറിഞ്ഞ ഋഷഭ് പന്തിനെ ടീമിലെടുത്തത് ആദ്യ കപ്പിലേക്കുള്ള വഴിയൊരുക്കുമെന്ന സ്വപ്നം കണ്ട ലക്നൗ സൂപ്പർ ജയൻസും പോരിനിറങ്ങുന്നു. മധുര 17 കടന്ന് 18ലേക്ക് കിടക്കുന്ന IPLന് കൂടുതൽ വീറും വാശിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്. ഒരാഴ്ചക്കപ്പുറം ക്രിക്കറ്റിന്റെ ഒരു ആരവത്തിലേക്ക് വീണ്ടും നമ്മൾ മാറുകയാണ്. നേരത്തെ പ്രജിൻ ചോദിച്ചില്ലേ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം. ഇപ്പം ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ച രോഹിത് ക്യാപ്റ്റനായിരുന്നു, അതിനുശേഷം പെട്ടെന്ന് പാണ്ഡ്യ വരുന്നു. അപ്പോൾ ആ മട്ടിൽ അന്ന് വലിയ ഹാർദിക് പാണ്ഡ്യക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഒക്കെ നടന്നതാണ്. പക്ഷേ അയാൾ ഇന്ത്യൻ ടീമിൻ്റെ ദേശീയ ടീമിൻ്റെ ഒരു നെടുന്തൂണാണെന്ന് പിന്നീടുള്ള മത്സരങ്ങളോട് തെളിയിച്ചതോടെ ഇത്തവണ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അദ്ദേഹത്തിന് ഹാർദിക് പാണ്ഡ്യക്കെതിരെ ഉണ്ടാകില്ല മുംബൈ ഇന്ത്യൻസിൽ നിന്നുള്ളതാണ് ആരാധകരുടെ ഒരു ഉറപ്പ്. ആ ഉറപ്പ്